നമസ്കാരം. ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. മകരം രാശി. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആരെയും കടത്താറില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം അവരുടേതായ സേഫ്റ്റി, സെക്യൂരിറ്റി മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു മനസ്സ് നല്ല രീതിക്ക് അർപ്പണമായി കൊടുക്കുന്ന വേളയിൽ ആ വ്യക്തിയെക്കൊണ്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നമുക്കും യാതൊരു ബുദ്ധിമുട്ടും അവരാൽ വരാനും പാടുള്ളതല്ല എന്നതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഒരു ജാഗ്രതാപൂർവമായ ഒരു മനസ്സോടു കൂടിയായിരിക്കും മുന്നിലേക്ക് പോവുക. സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവർ കേട്ടുകൊണ്ടിരിക്കുമെന്നല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം പറയുകയോ ഒന്നും വളരെ പെട്ടെന്ന് ചെയ്യുന്ന വ്യക്തികളല്ല. അത് കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിലും ശരി, അവർക്ക് പെട്ടെന്നുള്ള മനോഭാവങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പ്രേമബന്ധത്തിലാണെങ്കിൽ പോലും ഇവർ അവസരമായി, അതായത് വളരെ വേഗത്തിലൊന്നും ചെന്ന് ഒരു കാര്യത്തിലേക്ക് ഇടപെടില്ല. ഇവരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരോട് ജാഗ്രതാപൂർവം തന്നെയായിരിക്കും ഇടപെടുക. കാരണം ഈ കാരണം കൊണ്ട് എനിക്ക് നിവൃത്തികേടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ വരാൻ അനുവദിക്കില്ല മനസ്സ്. അതാണ് കാര്യം. കാരണം അവർ ഉൾമനസ്സിലേക്ക് ഒരു കാര്യങ്ങളും ആക്സസ് ചെയ്യില്ല. ഒരു മകരം രാശിക്കാരിയായ സ്ത്രീയോട്, പുരുഷനോട് ആർക്കെങ്കിലും ഒരു പ്രേമമോ എന്തെങ്കിലും ഒരു ഇഷ്ടമോ തോന്നിക്കഴിഞ്ഞാൽ ഇവർ വളരെ പെട്ടെന്ന് ആ ഒരു തീരുമാനത്തിന് മറുപടി പറയില്ല. എന്തെങ്കിലും ഒരു തീരുമാനം പറയും എന്ന് കേട്ടാലും അവർ മൗനം പാലിക്കുകയുള്ളൂ. കാരണം ആ ചോദ്യത്തിൽ അവർക്ക് ഒരു വിശ്വാസക്കുറവ് എപ്പോഴും ഉണ്ടായിരിക്കും. നല്ല രീതിക്ക് ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷമേ അവർ പ്രേമബന്ധങ്ങളിൽ പോലും നല്ല ഒരു മറുപടി നൽകാറുള്ളൂ. കാരണം നമ്മൾ ടോർച്ചറിങ് കൊടുക്കുന്നത് അവർ അവർക്കുള്ള ഒരു ശത്രുതയെ ഉണ്ടാക്കിയെടുക്കും. കാരണം മറ്റുള്ളവർ ഇടപെടുന്ന വ്യക്തികൾ ടോർച്ചറിങ് കൊടുക്കുന്നുവെങ്കിൽ അതിലെന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് തന്നെ അവർ ചിന്തിക്കുവാനും അതിനനുസരിച്ച് മാത്രമേ മറുപടിയും നൽകുകയുമുള്ളൂ. വിവാഹ ജീവിതത്തിനുള്ളിലും ഇവർ ഇത്തരമൊരു തീരുമാനങ്ങളായിരിക്കും എടുക്കുക. വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും ഉടനെയുള്ള ഒരു മറുപടിയൊന്നും ഉണ്ടാവില്ല. അത് നോക്കാം, ശരി, ചെയ്യാം എന്നുള്ള മറുപടിയൊന്നും പറയില്ല. ജാഗ്രതാപൂർവം ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് നിങ്ങൾക്ക് നൽകുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിനുള്ളിൽ വിള്ളലുകൾ, തർക്കങ്ങൾ, വഴക്കുകൾ ഒക്കെ സർവ്വസാധാരണം തന്നെയായിരിക്കും. കാരണം എന്ത് ഒരു കാര്യം പറഞ്ഞാലും ആ ഒരു കാര്യത്തിന് ശരിയായ മറുപടി കിട്ടണമെങ്കിൽ കുറച്ച് കാലം താമസമെടുക്കുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ചെയ്യില്ല എന്നല്ല, ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിനുള്ളിൽ യാതൊരുവിധ വിഷയങ്ങളും വരാൻ പാടുള്ളതല്ല എന്ന ചിന്താഗതിയാണ്. അപ്പോൾ ഇവരുടേതായ ചിന്താഗതിക്ക് വിരുദ്ധമായി കുടുംബത്തിലുള്ളവർ ഇടപെടുമ്പോൾ അതിനാൽ ബുദ്ധിമുട്ടുന്നതും ഇവർ തന്നെയായിരിക്കും. എന്നാൽ പബ്ലിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇടത്തിൽ, അതുപോലെ തൊഴിലിടങ്ങളിൽ ഇവർ ഇത്തരം ചിന്താഗതികളെ വച്ച് പുലർത്താറില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു കോമൺ ഏരിയയാണ്. കോമൺ ആയിട്ട് നമ്മൾ ഇടപഴകുന്ന വ്യക്തികളാണ്. അവർക്കിടയിൽ ഇത്തരം ഒരു കാര്യങ്ങളൊന്നും ഇവർ കൊണ്ടുവരാറില്ല. ഇവർക്കുള്ളിലേക്ക് എന്തെങ്കിലും വന്ന് കടക്കുകയാണെങ്കിൽ മാത്രമാണ് 100 പേർ നിൽക്കുന്ന ഇടത്തിൽ ഇവർക്കുള്ള രീതിയിൽ ഇവരെ പറ്റി ആരെങ്കിലും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും അവർ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് കടക്കുക. കാരണം നിഷ്പക്ഷമായ തീരുമാനങ്ങളും വാക്കുകളുമായിരിക്കും അവർക്ക് വരിക. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാലും അവർക്ക് യാതൊരുവിധ കാര്യങ്ങളും അവർക്ക് സംഭവിക്കില്ല. കാരണം വെച്ചാൽ നീ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അതിനി എത്ര കോടിയുള്ള ആൾക്കാരാണെങ്കിലും ശരി, സമ്പത്തുള്ള ആൾക്കാരാണ് ശരി, അത് ഇവർക്ക് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അവർ അവഗണിക്കുക തന്നെ ചെയ്യും. അതായത് സ്പോട്ട് കട്ടെന്നൊക്കെ പറയില്ലേ, അതാണ്. സ്പോട്ടിൽ തന്നെ കട്ട് ചെയ്ത് വിടുക. കുറച്ചായിട്ട് അവരെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിടുക. അപ്പോൾ പൊതുവായ ഇടങ്ങളിൽ ഇവർ അത്തരമൊരു ധാരണയിലേക്ക് പോകാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിഷയത്തിൽ ഈ നിഷ്പക്ഷമായ നിലപാടുകളൊന്നും എടുക്കില്ല. അവർക്കൊപ്പം ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരാളായിരിക്കും. പൊതു ഇടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, മറ്റുള്ള ഇടങ്ങളിൽ ഒക്കെ തന്നെ ഇവർ ആരെയും കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഇവർ കൊടുക്കില്ല. ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റു ഇങ്ങനെയുള്ള വാക്കൊന്നും അവർ കൊടുക്കില്ല. അത് അവരുടേതായ ഒരു വിജയത്തിൻ്റെതായ ഒരു നല്ല മാർഗം തന്നെയാണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. കാരണം എല്ലായിടത്തും പോയി എല്ലാവരും വാക്ക് കൊടുക്കും. ശരി, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റു, നീ വിഷമിക്കാതെ എന്നൊക്കെ പറയുന്ന സാധനം ഇവർ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അവർക്ക് വന്നിട്ട് ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടേതായ വിധി പ്രകാരം വന്നതാണ്. അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് കയറി എന്തിനാണ് ആ പ്രശ്നത്തെ ഞാൻ എൻ്റെ തോളിൽ ചുമക്കുന്നതെന്ന ചിന്താഗതികളാണ്. അത് ഫ്രീഡം മൈൻഡോടുകൂടി മറ്റുള്ളവരെ പോലെ തന്നെ നാലുക്കൊപ്പം എന്ന രീതിക്ക് ഇടപെട്ട് പോകും. ആത്മാർത്ഥമായിട്ട് ഇവരോട് ഇടപഴകുന്ന ഒരു മനോഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ
100% ഇവർ നിത്യേനയൊന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, സംസാരിക്കുക, ഫോണിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ എന്തായാലും ചെയ്യില്ല. കാരണം ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവരെ വെറുത്തു പോകുന്ന സാഹചര്യം മറ്റു പലർക്കും ഉണ്ട്. കാരണം ഏതൊരു സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കില്ല, മെസ്സേജിന് മറുപടി തരില്ല ഇങ്ങനെയൊക്കെ. അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. അവർ അതിനായിട്ട് സമയം കണ്ട് എത്തുന്നത് വളരെയധികം ചുരുക്കമാണ്. നിങ്ങളോട് അവഗണനയൊന്നുമല്ല. അതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് അവർ ഒരു ടൈം കാൽക്കുലേഷൻ ചെയ്ത് തരും. ആ ഒരു ടൈമിങ്ങിലായിരിക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അത് വെറുപ്പായിട്ട് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് നിങ്ങളുടേതായ തെറ്റാണ്. ഏതൊരു വ്യക്തിത്വപരമായ രീതിയിൽ ഇടപെട്ടാലും അത് അങ്ങനെ തന്നെയാണ്. അതൊരു നമ്മളെ വിളിച്ചിട്ട് വന്നില്ല, നമ്മൾ വിളിച്ചിട്ട് വന്നില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ പരാതികൾ മാത്രമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വരിക തന്നെ ചെയ്യും. അതൊരു 5 മിനിറ്റ് ആണെങ്കിൽ അവിടെ വന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളിൽ ഇടപെട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഒരാഴ്ച ഒരു വ്യക്തിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ആഴ്ചയുടെ അവസാനം നിങ്ങളെ വന്ന് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ 100% ആ 1 മണിക്കൂർ സമയം വളരെയധികം ആർജവമായിട്ട് തന്നെ അവർ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. ഒരാഴ്ചയോളം ഒരു വ്യക്തിയുമായിട്ട് ഇടപെട്ടില്ല, നമുക്ക് അവരെക്കൊണ്ട് ഉപകാരമില്ല എന്ന് നനയ്ക്കുന്ന വേളയിലായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് അവരെ വിളിക്കുന്നത്. 100% ആ ഒരു കാര്യത്തെ കേട്ട് കഴിഞ്ഞാൽ അവർ സ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് ഉപകാരമായ ആളായിട്ട് തന്നെ വന്നെത്തിക്കും. ആ ഒരു കാര്യത്തിൽ ഇടപെട്ട് അതിനുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെയും ചെയ്തിട്ട് അവർ പോകുന്ന വ്യക്തികളും തന്നെയായിരിക്കും. മനസ്സ് ശുദ്ധമാണ്. അവരുടേതായ ചിന്തകൾ, പ്രവൃത്തികൾ, വാക്കുകൾ ഒക്കെയും ശുദ്ധമാണ്. അത് ഞാനൊരു വാക്ക് ഒരിടത്ത് കൊടുത്താൽ ആ വാക്ക് കൃത്യമായിട്ടും പാലിക്കാൻ കഴിയണം എന്നൊക്കെയാണ്. പ്രേമിച്ച് നടക്കുന്ന കുട്ടികൾ പോലും ചിന്തിക്കുന്നു എന്നുവെച്ചാൽ ഈ മകരം രാശിക്കാരെ പ്രേമിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ലെന്ന്. പക്ഷെ അവർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഗുണമൊക്കെ ഉണ്ട്. ഭാവിയിലേക്ക് ഞാനിതിനെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, എന്നാൽ ആ കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ആ കുടുംബത്തിന് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാവും, ഇത്തരത്തിലുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഒരു ബന്ധങ്ങളെയും തല്ലിപ്പിരിച്ചുകൊണ്ട് ഇവർ ഒന്നിലേക്കും ഇറങ്ങാനായിട്ട് ശ്രമിക്കില്ല. അതിനു വേണ്ടിയുള്ള സമയം ഇവർ എപ്പോഴും മനസ്സിൽ ആലോചിച്ചു കൊണ്ടേയിരിക്കും. കൃത്യമായ സമയം. അത് ആക്ടിവേറ്റ് ആകുമെന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അത്തരം ഒരു പ്രോസസ്സിലേക്ക് നീങ്ങുക. അതുവരെ അവർ മൗനം പാലിക്കുക തന്നെ ചെയ്യും. പരിപൂർണമായിട്ട് പറയുകയാണെങ്കിൽ ഇവരെ വൈരാഗ്യ ബുദ്ധിയിലേക്ക് നമ്മൾ ഒരിക്കലും കൊണ്ടുവരരുതെന്നുള്ളതാണ്. അതായത് അവർക്കൊരു പ്രഷർ, ഫോഴ്സ് ഒക്കെ കൊടുത്ത് അവരെ ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം നീ നടത്തി തരണം എന്ന രീതിക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ആരും പരിശ്രമിക്കും. കുടുംബത്തിനുള്ളിൽ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇവരെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാലും നടക്കില്ല. അത് എന്ത് കാര്യം ഏതൊരു സമയത്ത് പറഞ്ഞാലും അതിനൊരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുവെങ്കിൽ അവർ നിങ്ങൾ പറയുന്ന കാര്യത്തെ ചെയ്തു തരാൻ പ്രാപ്തമായ മനസ്സാണ്. പറയുന്ന സമയത്ത് തന്നെ അവർ അത് കേൾക്കുന്നുണ്ട്. അതായത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ തൊട്ടാൽ എവിടെ തീർക്കണം എന്ന ചിന്ത കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടേ അവർ അത് ചെയ്യുകയുള്ളൂ. 100% അത് ചെയ്യും. അതിനായിട്ട് അവർ ഫോഴ്സ് ചെയ്യരുത്. മക്കളുടെ പഠിത്തത്തിന് വേണ്ടി കോളേജിലേക്ക് ഫീസ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ മകരം രാശിക്കാരനായിട്ടുള്ള അച്ഛനായിരിക്കും. അപ്പോൾ അമ്മ പറയും മകൾക്ക് ഫീസ് അടയ്ക്കണം, ഇത്ര രൂപ അടയ്ക്കണം, ഇന്നതുപോലെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അയാൾ ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഞാൻ അതിലേക്ക് ആ ഫീസുമായിട്ടുള്ള കാര്യത്തിലേക്ക് കണ്ടെത്തലിലേക്ക് ഞാൻ കടക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് നിലവിലുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അതിനാൽ ആരൊക്കെ ബാധിക്കപ്പെടും എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ കൃത്യമായ ടൈമിങ്ങിൽ അവർ അത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. ഉടനെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇവരെ തെറ്റിദ്ധരിക്കരുത് ആരും. നല്ല രീതിയിൽ ചിരിച്ച് ഇടപഴകി ഇവരെ നിങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം ഇവരോട് എത്രത്തോളം ഹാപ്പിനെസ് ആയിട്ട് ചിരിച്ച് ഇടപഴകിക്കൊണ്ടിരുന്നാലും ഇവരുടെ ഉൾമനസ്സ് എപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ചിരിയിൽ എന്തോ ഒരു അപാകതയുണ്ടല്ലോ, അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള ചിന്ത വരും. അതിനൊരു ക്ലാരിറ്റി വരുന്നതുവരെ അവർ അതിന് മറുപടിയും നൽകില്ല. അവരും തിരിച്ച് നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ചിരിച്ച് മയക്കി ഒക്കെ അവരിൽ നിന്ന് കാര്യങ്ങൾ നേടാമെന്ന് വെച്ചാൽ അത് ഒരല്പം കടുപ്പമേറിയ കാര്യം തന്നെയാണ്. അവർക്ക് മനസ്സ് ഉറപ്പിച്ച് നിങ്ങളിലെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അവർ ആ ചിരിക്ക് ശരിയായ രീതിയിലുള്ള അർത്ഥവും മറുപടിയും നൽകുകയുള്ളൂ. പലരും കരുതാറുണ്ട് ഇവരെ നല്ല രീതിയിൽ പുകഴ്ത്തലുകളൊക്കെ നടത്തിയാൽ ഇവർ നമുക്ക് അനുകൂലമായി വരുന്നൊരു സാഹചര്യമുണ്ടെന്ന്. എന്നാൽ ഒന്ന് ഓർത്തുകൊള്ളുക, പുകഴ്ത്തുന്നവർ ഇവർ പുകഴ്ത്തലുകളൊക്കെ ഇവർ ഇഷ്ടപ്പെട്ടതുപോലെ, ചിരിച്ചതുപോലെ, ആസ്വദിച്ചതുപോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഉൾമനസ്സിൽ അതിന് യാതൊരു വിധത്തിലുള്ള ഇടവും കൊടുക്കില്ല.
പുറമേ നിന്ന് ഇവരെ പുകഴ്ത്തുന്ന വ്യക്തിയെ, അത് പുറമേ ഒരു കണ്ണാടിയിൽ നമ്മളുടേതായ ആ ഒരു രൂപത്തെ കാണുന്നത് പോലെ തന്നെയാണ് അവരുടേതായ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ഉൾമനസ്സിലേക്ക് ഇവർ ഒരിക്കലും തന്നെ കൊണ്ടുവരില്ല. പുകഴ്ത്തുന്നുവെങ്കിൽ പുകഴ്ത്തുന്നവൻ തന്നെയാണ് ഇകഴ്ത്തലായി മാറുന്നതെന്നും അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെ വേഗത്തിലുള്ള ഒരു ഉയർച്ചയൊന്നും ഇവർ ഒരിക്കലും ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും തുടങ്ങില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 5,00,000 രൂപ മുടക്കി ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയാലും ഇവർക്ക് ഉടനെ തന്നെ അതിൽ നിന്ന് ലാഭമൊന്നും വേണമെന്ന് ആഗ്രഹമൊന്നുമുള്ളവരല്ല. വിൽക്കുമ്പോൾ വിൽക്കട്ടെ, വരുമ്പോൾ വരട്ടെ, എന്നെ തേടി വരുന്നത് 5 കസ്റ്റമറാണെങ്കിൽ ശരി, അവർ നിരന്തരമായിട്ടും വരണം, കുറ്റം പറയരുത് എന്നുള്ളതാണ്. കൂടുതൽ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തിട്ട് വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഇവർക്ക് താല്പര്യമില്ല. ശനി ഭഗവാൻ ഇപ്പോഴും സൈലൻ്റായി ഇരുന്നിട്ട് വളർത്തുന്ന ആളായതുകൊണ്ട് തന്നെ ശനിയുടെ വീടാണല്ലോ മകരം. അപ്പോൾ ശനി ഭഗവാൻ എല്ലാം സൈലൻ്റായിട്ട് സമാധാനത്തിൽ പ്രശ്നങ്ങൾ തനിക്കും പുറത്തുള്ളവർക്കും ഇല്ലാത്ത രീതിയിൽ മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സൈലൻ്റായിട്ട് മാത്രമായിരിക്കും ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ശരി, വളരെയധികം വേഗത്തിൽ ഒരു ഫോഴ്സ് കൊടുത്ത് അവരുടെ പ്രോസസ്സ് നടത്താനായിട്ടൊന്നും ശ്രമിക്കാറില്ല. ചതിയെയും വഞ്ചനയൊന്നും ഇവർ ചെയ്യില്ല എന്തായാലും. കാരണം അവരുടെ മനസ്സിലതില്ല. ചെയ്യുന്നത് എന്തായാലും തിരിച്ചു കിട്ടുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഓപ്പോസിറ്റ് സൈഡുകൾ മുഴുവൻ തന്നെ ഇവരെ ഒരുമാതിരി ചതിയൻ, വഞ്ചകൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കണ്ടെത്തി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അവരെ കൊണ്ടൊരു കഴിവുമില്ല എന്നുള്ള ചിന്താഗതി മറ്റുള്ളവർക്ക് പ്രാപ്തമാകും. അത് ഇവർ നിരന്തരമായ ഒരു വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ പൊടുന്നനെയുള്ള ഒരു വളർച്ചയൊന്നും ഇവർ ഒരിക്കലും ആഗ്രഹിക്കില്ല. അയാൾ എങ്ങനെ വളർന്നു വന്നോ അതുപോലെ കാലഘട്ടങ്ങൾക്കനുസൃതമായിട്ട് പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരിക. പക്ഷേ അത് എല്ലാ കാലവും ഉണ്ടാവണം, പരമ്പരകൾക്കും അത് അനുഭവിക്കാൻ കഴിയണം എന്ന രീതിക്ക് മാത്രമേ ഇവർ ചെയ്യുള്ളൂ. അപ്പോൾ കൂട്ടുതൊഴിലായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത്തരം രാശിക്കാരെ നിങ്ങൾ കൂട്ടി ഇണക്കിയിട്ടുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പൊടുന്നനെയുള്ള ഒരു വളർച്ചയ്ക്കൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുകയുമില്ല. അത്തരം ഒരു അനോണിമസ് ആയിട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ പൊടുന്നനെ ആൾക്കാരെ പറ്റിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാലും ഇവർ ചെയ്യുകയുമില്ല. അതിനായിട്ട് ഇവരെ നമ്മൾ കണക്കിലെടുക്കുകയും വേണ്ട. അവരുടേതായ മനസ്സാക്ഷി ശുദ്ധമായ രീതിക്കായതുകൊണ്ട് തന്നെ എന്നെ ഇടപെടുത്തുന്ന വ്യക്തികൾ, ഞാൻ ഇടപെടുന്ന വ്യക്തികൾ ഒക്കെ ബാധിക്കപ്പെടരുതെന്നുള്ളൊരു ചിന്ത എപ്പോഴുമുണ്ട്. കുടുംബത്തിനുള്ളിലും ഇതുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും പെൺകുട്ടികൾ, മകരം രാശിയിലുള്ള പെൺകുട്ടികളൊക്കെ കുടുംബത്തിനുള്ളിൽ വിവാഹം കഴിഞ്ഞൊക്കെ വരുന്ന വേളയിൽ എന്ത് കാര്യവും വെള്ളം എടുക്കുക അല്ലെങ്കിൽ കഞ്ഞിക്ക് അരി അടുപ്പിൽ വെള്ളം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അല്പം സ്ലോ മോഡായിരിക്കും. പക്ഷേ ആ സ്ലോ മോഡിൽ ചെയ്ത് വരുന്ന വേളയിൽ അത് കൃത്യമായ രീതിക്ക് നല്ല രീതിക്ക് തന്നെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ കുറ്റപ്പെടുത്തലുകൾ ഔട്ടർ റേഞ്ചിൽ നിന്നും വരികയും ചെയ്യും. അങ്ങനെയുള്ളവർ ഒന്നും ഓർക്കുക, മനസ്സിനുള്ളിൽ നിന്നും ഇവർ വേരോടെ പറിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരു സ്ഥാനവും കൊടുക്കുകയില്ല. ഒരേ ഇടത്തിരിക്കും, ഒരേ ഇടത്ത് നിൽക്കും, ഒരേ ഇടത്ത് കാണും. പക്ഷേ അരികിൽ നിന്നാൽ പോലും അവർ അതിനുള്ള യാതൊരു വിലയും ആ വ്യക്തിക്ക് നൽകുകയും ഇല്ല. ഇവർ സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ പോലും ചെറിയ ഒരു ഏതെങ്കിലും കാര്യമാണെങ്കിൽ ചെറുതോ വലുതോ ഏതൊരു കാര്യമാണെങ്കിൽ തന്നെയും ഇവർ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ബോധവാന്മാരായിരിക്കും, അനലൈസ് ചെയ്യും. അതായത് സ്വന്തം ഇടത്തിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട്, അതിൽ നിന്നും അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമോ, ഞാൻ പുതുതായിട്ട് അരികിലൊരെണ്ണം തുടങ്ങിയാൽ എനിക്കതിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാകുമോ എന്ന ചിന്താഗതി, എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ചിന്താഗതിയൊക്കെയും ഇവർ വ്യക്തമായിട്ട് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുക. കുടുംബത്തിലുള്ളവരൊക്കെ പലപ്പോഴും പറയും നമുക്ക് ഇന്ന പോലൊരു കാര്യം ചെയ്താലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇവർ മറുപടി പറയുന്നത് നമുക്കൊന്ന് ആലോചിക്കാം, ആലോചിച്ചതിന് ശേഷം ചെയ്യാം. പൊടുന്നനെ പലരും സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അത് മോശമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവർ ചിന്തിച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യാമെന്ന് പറയുന്നത്. കേൾക്കാത്ത ആൾക്കാർ അതിൻ്റേതായ പ്രശ്നങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ധാരാളം ഉണ്ട്. സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ ഈ മകരം രാശിക്കാരൊക്കെ തന്നെ വളരെ പെട്ടെന്നൊന്നും പോയി ഇടപഴകുന്ന ഒരു സാഹചര്യങ്ങളൊന്നുമില്ല. കാര്യം ഇവർക്ക് കൃത്യമായ പങ്ക്ച്വാലിറ്റിയാണ്. അതായത് ഇന്ന ടൈം എന്തോ 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി അവർക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒതുക്കി വയ്ക്കും. 100% അത് അങ്ങനെ തന്നെയാണ്. ഇവരുടേതായ മറുപടികൾ എന്ന് പറയുന്ന വേളയിൽ നമുക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിക്കുള്ള മറുപടികളാണ്. അതായത് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാവും. അത് വേഗത്തിൽ ഇവർ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു പോയാൽ അത് പിന്നീട് സുഹൃത്തുക്കൾക്കിടയിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലുതായ സുഹൃത്തുക്കളൊന്നും ഇവർക്കുണ്ടാവില്ല. 1 2 പേർ വളരെയധികം അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അതിൽ ഒരാളായിരിക്കും ഏറ്റവും അധികം മികച്ച രീതിയിൽ ഇവരെ കൂട്ടണിയായിട്ട് ചേർത്ത് വയ്ക്കുക.
അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ സുഹൃത്ത് ബന്ധങ്ങളിലെ കാരണം ഇവർ പബ്ലിക്കില് ഇവരെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ സുഹൃത്തിന് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവരോടുള്ള ആ ഒരു അനുകമ്പയൊക്കെ അങ്ങ് മാറ്റും. കാരണം സ്പോട്ടിൽ തന്നെ ആ ബന്ധവും കട്ട് ചെയ്തു പോകുന്ന സാഹചര്യമുണ്ട്. പിന്നീട് യാതൊരുവിധ ബന്ധങ്ങളും വച്ചു പുലർത്താനായിട്ട് ഇവർ ആഗ്രഹിക്കാറും ഇല്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളാണെങ്കിലും ശരി, കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി, ഇവരെ തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേട്ടുകൊണ്ടൊന്നും ഇരിക്കില്ല. അതിനുള്ള മറുപടി സ്പോട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും. ആ ബന്ധം ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അവർ അത് കട്ട് ചെയ്ത് വിടുകയും ചെയ്യും. അനുഭവങ്ങളുള്ള സുഹൃത്തുക്കളുണ്ടാവും. പക്ഷേ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ ഒരടുപ്പമുള്ള സുഹൃത്ത് ഇയാൾക്ക് ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വിഷയം എന്ന് വന്നുപോയാൽ 100% ആദ്യം മുന്നിൽ നിൽക്കുന്നത് ഈ മകരം രാശിക്കാരൻ തന്നെയായിരിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ശരി അവർക്ക് ചെയ്ത് അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി മുന്നിൽ നിന്ന് ആ കാര്യത്തെ നടത്തി അവർക്ക് നല്ലത് ചെയ്തിട്ടേ വരികയുമുള്ളൂ. അതാണ് നിരന്തരവും പൊടുന്നനെയുള്ളതും നിരന്തരവും തമ്മിലുള്ള വ്യത്യാസം. ഇവർ നിരന്തരമാണ്, തുല്യനീതി പ്രാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരിടത്തും അപമാനിക്കാതെ ഇരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നതും വളരെയധികം നന്നായിരിക്കും. ഫോഴ്സ് കൊടുക്കാതിരിക്കുന്നതും വളരെയധികം നന്നായിരിക്കും. കാരണം ഇവരുടെ ഉൾമനസ്സ് ഒരിക്കലും ആർക്കും കാണാനായിട്ട് കഴിയുകയുമില്ല. ഇവർ അത് പറയുകയുമില്ല. പറയുന്ന ഇടങ്ങളിൽ ഇവരെ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോട്ട് കട്ടാണ്. അത് എത്രത്തോളം വില കൂടിയ ബന്ധമായിരുന്നാലും ശരി, ഇനി എത്ര ആണ്ടുകാലം നീണ്ടു നിൽക്കുമെന്ന് പറയുന്ന ബന്ധമാണെങ്കിലും ശരി, അവർക്ക് ഉത്തരം ഒന്നേ ഉള്ളൂ: വേണ്ട. ആ ഒരു വേണ്ട എന്ന വാക്കിലേക്ക് ഇവരെ കൊണ്ടുപോകാതിരിക്കുന്നത് കുടുംബജീവിതത്തിലും സുഹൃത്തുക്കൾക്കിടയിലും തൊഴിലിടങ്ങളിലും ഒക്കെ വളരെയധികം നല്ല ഒരു ഫലത്തെ നൽകുമെന്ന് തന്നെയാണ് പറയുന്നത്. ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ഇവരെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും ഇവർ ഒരു സ്നേഹമായ രീതിയിൽ അവരെ എടുത്തെറിയില്ല. കാരണം അത്രത്തോളം ആഴത്തിൽ ഇവർ ഉള്ളതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തെറിയാനായിട്ട് ശ്രമിക്കില്ല. കുടുംബത്തിലുള്ള ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒന്ന് ചിന്തിക്കുക. കുടുംബത്തിലുള്ള ബന്ധങ്ങളും ഒന്ന് ചിന്തിക്കുക. അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ മകരം രാശിക്കാർ മനസ്സിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ ഉപദേശങ്ങളായിരിക്കും. ആ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമാണ്, അതായത് തിരുത്താനായിട്ട് ശ്രമിക്കുക. അത് പാടില്ല, അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത്, തെറ്റാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഇവർ നിങ്ങളെ അംഗീകരിക്കുക. അല്ല എങ്കിൽ പിന്നീട് ആ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഉചിതം. എല്ലാ വ്യക്തികളോടും തന്നെ എല്ലായ്പ്പോഴും ഒരേ മനോഭാവത്തോടെ ഇരിക്കുകയുമില്ല. അതായത് നല്ല സുഹൃത്താണെങ്കിൽ പോലും ഇവർ ചില സന്ദർഭങ്ങളിൽ മൗനമായി പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ സിറ്റുവേഷനിൽ അവർക്ക് അവരുടേതായ എന്തെങ്കിലും പ്രശ്നം ഉള്ളിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതായത് EMI പോലുള്ള എന്തെങ്കിലുമൊക്കെ അടയ്ക്കേണ്ട ദിവസമായിരിക്കും, വീട് വാടക കൊടുക്കേണ്ട ദിവസമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിസ്സാരമായ ചില കാര്യങ്ങളാണ് പോലും ഉള്ളിൽ അഗാധമായിട്ടുള്ള ഒരു വെപ്രാളം ഉണ്ടായി വരും. ആ ഒരു വെപ്രാളത്തെ ഒഴിവാക്കാനാണ് ഇവർ പല കാര്യങ്ങളും നേരത്തെ തന്നെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കളോ കുടുംബത്തിലുള്ളവരോ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലേക്ക് ഇവർക്ക് ആക്സസ് കൊടുക്കാൻ കഴിയാതെ വരുന്നത് ഇവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ്. പൊതുവിൽ നോക്കിയാൽ മകരം രാശി വളരെയധികം നല്ല രാശിക്കാരാണ്. ഇവരുമായിട്ട് ഇടപഴകുന്നവർക്കും നല്ല നല്ല ഫലങ്ങളാണ്. കാരണം ഇവരുമായിട്ട് ഇടപഴകിക്കഴിഞ്ഞാൽ നിരന്തരമായ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവർ ചിന്തിക്കുക. പക്ഷേ പലയിടങ്ങളിലും നിരന്തരം ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഇവർ അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. അകറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. എന്നിരുന്നാലും ഇവർ ഒരു സഭ എന്ന അല്ലെങ്കിൽ ഒരു കല്യാണം മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നാലും എത്ര അപമാനങ്ങൾക്ക് വിധേയമായാലും ശരി ഇവർ അവിടെ ഒന്ന് തല കാണിച്ചിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഞാനിനി പോകാത്തതുകൊണ്ട് ഇനി എൻ്റെ പേരിലൊരു പരാതി വേണ്ട എന്ന് പറയുന്നത്. അവർക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് അറിയാം. പക്ഷേ എന്നാലും താൻ കാരണം അവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് ചിന്തിച്ച് അവിടെ പോയി തല കാണിച്ച് ആ കാര്യത്തിൽ പങ്കെടുത്ത് വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ അവഗണിക്കുന്നവർ ഒരല്പം ശ്രദ്ധിക്കുക. നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. അവരെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, ഏത് രീതിക്ക് ഇടപെടണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ കുടുംബജീവിതവും ഒക്കെ വളരെ ഹാപ്പിനെസ് ആയിട്ട് പോകും. ഉണ്ണാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത അവസ്ഥയൊന്നും ഇവർ ഒരിക്കലും ഉണ്ടാക്കാറില്ല. വെള്ളം അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും കുടിക്കുന്ന ഒരു സാഹചര്യം ഇവർ എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. അത് നിരന്തരമായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വലിയ വലിയ ആഡംബരങ്ങളൊക്കെ ഇവർക്ക് ആഗ്രഹം തന്നെയാണ്. പക്ഷേ അത് ഇവർക്ക് പിന്നീട് വിനയാകരുത് എന്ന ചിന്ത കൊണ്ട് തന്നെ എല്ലാം ബ്രേക്ക് പോയിന്റിൽ ഇട്ടുകൊണ്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു ദിവസം ആശംസിക്കുന്നു.